ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ബഷീർ ജനിച്ച വർഷം, മാസം, തീയതി, സ്ഥലവും വേണേ. ഇതാണ് പനിയുണ്ട് ഗൈസ്. അപ്പോൾ ബഷീർ ജനിച്ച വർഷം എപ്പാണ്? 1908 മാർച്ച് 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ബഷീർ അപ്പം ജനിച്ചത്. 1908 മാർച്ച് 21 ജനിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം, മരണം എപ്പാണ് ബഷീറിൻ്റെ? 1994 ജൂലൈ 5-ന്, എന്നുവെച്ചാൽ ജൂലൈ 5-നാണ്. മനസ്സിലായല്ലോ, നമ്മുടെ ജൂലൈ 5-നാണ് അദ്ദേഹം അന്തരിച്ച ദിവസം ആണ് നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. ഏത് മരമാണിത്? ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. ഏത് മരമാണത്? മാംഗോസ്റ്റീൻ. മാംഗോ മരം അല്ല കേട്ടോ, മാങ്ങ മരമല്ല, മാംഗോസ്റ്റീൻ. അതായത് ഒരു മരമാണ്, ഫ്രൂട്ടിൻ്റെ ഏതോ മരമാണ്. അടുത്തത് ആത്മകഥ, എന്ന് വെച്ചാൽ ബഷീറിൻ്റെ ആത്മകഥ. ഏതാണ്? സ്വന്തം ആത്മകഥ. ആത്മകഥ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ അദ്ദേഹത്തെ പറ്റി തന്നെ എഴുതുന്നു. ഇപ്പം ഞാൻ എന്നെപ്പറ്റി തന്നെ എഴുതുന്നു. അപ്പോൾ ആത്മകഥ ബഷീറിൻ്റെ, എന്ന് വെച്ചാൽ ബഷീറിനെ പറ്റി തന്നെ എഴുതുന്നൊരു കഥ. നമ്മൾ ഡയറിയൊക്കെ എഴുതില്ലേ, ഇന്ന് ഞാൻ ഇങ്ങനെ എന്നെപ്പറ്റി. അതുപോലെ ഡയറി അങ്ങനെയല്ല, എല്ലാ ഡയറി നമ്മളെല്ലാവരും ഉൾപ്പെടുത്തല്ലോ. ഇത് ആത്മകഥ അദ്ദേഹത്തെ പറ്റിയുള്ള കോമഡികളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എഴുതുന്ന സാധനമാണ് ആത്മകഥ. പക്ഷെ ജീവചരിത്രം എന്താ? അദ്ദേഹത്തെ പറ്റി മറ്റൊരാൾ, അല്ലെങ്കിൽ എന്നെപ്പറ്റി വേറൊരാൾ, പ്രശസ്തമായ ആളെപ്പറ്റി വേറൊരു പ്രശസ്തമായ ആൾ എഴുതുന്ന, അല്ലെങ്കിൽ വേറൊരാൾ എഴുതുന്ന ഒരു കാര്യമാണ് ജീവചരിത്രം, അല്ലേ? അപ്പോൾ ഇതാണ് ബഷീറിൻ്റെ ആത്മകഥ. ഏതാണ്? ഓർമ്മയുടെ അറകൾ. അടുത്തത് കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്ന കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. കുത്തിന് പാലിട്ടലുട്ടാതെ സജ്ജിന ബാലിക ലുട്ടാതെ. ബഷീറിൻ്റെ ഏത് നോവലിലെ ഇത് ഏത് നോവലിലുള്ളതാണ്? ഒരു വാക്യമാണെന്ന് തോന്നുന്നല്ലേ? അങ്ങനത്തെ അതുപോലെ തന്നെയുള്ളൊരു പേരാണ് കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു പേരാണ്. കുത്തിന് ഹാലിട്ടലിട്ടാത്തി സജ്ജിന് ബാലിക ലുട്ടാത്തി. ബഷീറിൻ്റെ ഏത് നോവലിലെ ആണ് ഇതുള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കാരാണ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പേരല്ലേ, അങ്ങനത്തെ ഒരു ഇതല്ലേ അല്ലേ അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം, 1987 കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ചെവി ഓർക്കുക അന്തിമകാഹളം. എന്താണ്? 1987 കാലിക്കറ്റ് സർവകലാശാല ഡിസിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ചെവി ഓർക്കുക അന്തിമകാഹളം. അടുത്തത്, ബഷീർ മാല എന്നറിയപ്പെടുന്നത് MN പാരശ്ശേരി. അതൊരാളാണ് കേട്ടോ, അറിയപ്പെടുന്ന. നമുക്ക് ഓരോ പേരുകൾ അറിയപ്പെടുന്നില്ല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് KK എളപ്പൻ. അതുപോലെ അടുത്ത ചോദ്യം, ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര്. അതൊക്കെ വേഗം കിട്ടും. വയലാലിൽ വീട്, എന്നുവെച്ചാൽ വയലിൽ വീട്. നമുക്ക് വേഗം ഓർക്കാൻ പറ്റിയ പേരാണ്. ബഷീർ ബേപ്പൂരിൽ താമസിക്കുക. ബേപ്പൂർ എവിടെയാണ്? കോഴിക്കോടല്ലേ. പക്ഷെ കോട്ടയം തലയോലപ്പറമ്പ് എവിടെയാണ്? അത് കോട്ടയം ജില്ലയല്ല, ബേപ്പൂർ കോഴിക്കോടാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ പുസ്തകം നേരും നുണയും. ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? MK സാനു. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ പ്രേംപാറ്റയാണ് കേട്ടോ ആൻസർ. അടുത്ത ചോദ്യം, മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതി. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതി യാ ഇലാഹിയാണ്. 1997 ആ ചെറുകഥ പ്രസിദ്ധീകരിച്ചതാണ്. അടുത്തത്,
ബഷീർ എഴുതിയ നാടകം, ഒരേ ഒരു നാടകം എഴുതിയിട്ടുള്ളൂ. ഈ ഒരേ ഒരു നാടകത്തിൻ്റെ പേരെന്താണ്? കഥാബീജം. നാടകം എന്ന് വെച്ചൊരു കഥയാണ്, അതാണ് അത് ഓർക്കാൻ പറ്റിയത്. നാടകം എന്ന് വെച്ചൊരു കഥയാണ്, കഥയുടെ ബീജം, കഥാബീജം. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. എൻ്റെ തങ്കം. എൻ്റെ തങ്കം കേട്ടോ, എൻ്റെ തങ്കാണ് ആൻസർ. അടുത്ത ചോദ്യം, സാഹിത്യ ലോകത്ത് ഏറെ വിമർശിക്കപ്പെട്ട ബഷീറിൻ്റെ കൃതി. ശബ്ദങ്ങൾ. അതെന്തോ സമരവും, എന്തോ ഒരു സമരത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ സമരവുമായി ബന്ധപ്പെട്ടായിട്ട് ബഷീർ ജനിച്ച മനം കൊണ്ട് ബഷീർ ജനിച്ചൊരു കൃതിയാണ് ശബ്ദങ്ങൾ. അത് കുറേ സാഹിത്യ വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അടുത്തത്, പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് നമ്മുടെ ബഷീറാണല്ലോ. അപ്പോൾ ഇത്ര ചോദ്യമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിപ്പോൾ പാർട്ട് 1 വീഡിയോ ആണ്, അത് ഞാൻ പാർട്ട് 2 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.